ബ്രസ്റ്റ് മിൽക്ക് എക്സ്പ്രസ് ചെയ്യാൻ ഏത് പമ്പാ യൂസ് ചെയ്യേണ്ടതെന്ന് കൺഫ്യൂഷനിലാണോ? പറഞ്ഞുതരാം. ഇതാണ് ഹാക്ക കപ്പ് അല്ലെങ്കിൽ ഹാക്ക പമ്പ്. സിലിക്കോൺ വെച്ച് മേക്ക് ചെയ്തിട്ടുള്ളതാണ്. ബേസിക്കലി വൺ സൈഡിൽ ഫീഡ് ചെയ്യുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ലീക്ക് ചെയ്ത് വരുന്ന പാല് കളക്ട് ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇതിന് സക്ഷൻ ഉണ്ട്. അപ്പൊ ഈ സക്ഷൻ യൂസ് ചെയ്തിട്ട് ലീക്ക് ചെയ്യാത്തവരാണെങ്കിൽ പാല് വരും. ഇതിനാണെങ്കിൽ അഡീഷണൽ പമ്പ് പാർട്സ് ഇല്ല, ഇലക്ട്രിസിറ്റി വേണ്ട, ബാറ്ററി വേണ്ട. അടുത്തത് മാനുവൽ പമ്പാണ്. ഇത് ഉപയോഗപ്പെടുന്നത് ശരിക്കും ഡെലിവറി കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കുഞ്ഞിനെ ഫീഡ് ചെയ്യാൻ കിട്ടാത്ത, ഇപ്പൊ NICU-ലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണം കുഞ്ഞിനെ ഇമ്മീഡിയറ്റ്ലി ഫീഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് തുടക്കത്തിലെ കുറച്ച് ദിവസമൊക്കെ പാൽ എക്സ്പ്രസ് ചെയ്യാൻ ഇത് മതിയാവും. കുറച്ച് നേരത്തേക്കൊക്കെ പാൽ എടുത്ത് വെച്ചിട്ട് ഒന്ന് എങ്ങോട്ടെങ്കിലും ഒക്കെ മാറണമെങ്കിലും ഈ പമ്പിന്റെ ആവശ്യമുള്ളൂ. പക്ഷെ ഇതുകൊണ്ട് സപ്ലൈ കൂട്ടാനോ അല്ലെങ്കിൽ ലോങ് ടേം വലിയ എമൗണ്ട് പാലെടുത്ത് വെക്കാനോ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റില്ല. അടുത്തത് ഡബിൾ ഇലക്ട്രിക് പമ്പാണ്. കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ ഗ്രേഡ് സെക്ഷൻ ആണ് ഇങ്ങനത്തെ പമ്പുകൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് വരുന്നതും ഇങ്ങനത്തെ പമ്പിൽ നിന്നാണ്. ഇത് നമ്മൾ ജോബൊക്കെ റെസ്യൂം ചെയ്യുമ്പോൾ ഫ്രീസർ സ്റ്റാഷ് ഉണ്ടാക്കി വെക്കാനും അങ്ങനെ കൂടുതൽ ക്വാണ്ടിറ്റി പമ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പമ്പിങ് ഔട്ട്പുട്ട് ബ്രസ്റ്റ് മിൽക്ക് ഔട്ട്പുട്ട് കൂട്ടാൻ അല്ലെങ്കിൽ എക്സ്ക്ലൂസീവ്ലി പമ്പിങ് മാത്രം ചെയ്ത് എക്സ്പ്രസ് മിൽക്ക് മാത്രം കൊടുക്കുന്ന അമ്മമാരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇതാണ് ഒരു പ്രൈമറി പമ്പായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. പ്രശ്നം എന്താ വെച്ചാൽ ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പിന്നെ ഇതിന്റെ പമ്പ് പാർട്സ് കഴുകി സ്റ്റെറിലൈസ് ചെയ്യാന്ന് പറയുന്നത് ഇച്ചിരി മെനക്കേട് തന്നെയാണ്. ഇപ്പോഴത്തെ സ്റ്റാർ പമ്പ്സ് എന്ന് പറയുന്നത് ഇതുപോലത്തെ വെയറബിൾ പമ്പ്സ് ആണ്. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് കൺവീനിയൻസ് ആണ്. നമുക്കിത് വെയർ ചെയ്തിട്ട് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും പാല് പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. വെയറബിൾ പമ്പ്സ് എപ്പോഴും സെക്കൻഡറി പമ്പാണ്, ഒരിക്കലും പ്രൈമറി പമ്പല്ല. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് മാറി നിൽക്കുന്ന സമയത്ത് ഫീഡ് സ്കിപ്പ് ആവുന്ന സമയത്ത് പാലെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുക. നിങ്ങളുടെ ആവശ്യവും ലൈഫ് സ്റ്റൈലും അഫോർഡബിലിറ്റിയും എല്ലാം നോക്കിയിട്ട് മാത്രം ചൂസ് ചെയ്യുക നിങ്ങൾക്ക് ആക്ച്വലി ഏത് ടൈപ്പ് പമ്പാ വേണ്ടതെന്ന്. എല്ലാ പമ്പും എല്ലാവർക്കും ഒന്നും ആവശ്യമില്ല.